പണവുമൊക്കെ വിടുന്നത് വലിയ കാര്യമായിട്ടല്ലേ നിങ്ങൾ എഴുതിയിട്ടുള്ളത്? അതേപോലെ തന്നെ ചെണ്ടയെ പറ്റി എല്ലാ നേതാക്കന്മാരും പറഞ്ഞില്ലേ, അനുവദനീയമെന്ന് പറഞ്ഞില്ലേ? അനുവദിക്കപ്പെട്ട കാര്യം പോലും ചെയ്യാതിരുന്നാൽ അത് പാടില്ലെന്ന് പറഞ്ഞാൽ കുറ്റക്കാരാവില്ലേ എന്ന് അതുപോലും നിങ്ങൾ എഴുതിവിട്ടു. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പല രൂപത്തിലും നിങ്ങൾ ധാരാളമായി എഴുതിവിട്ടിട്ടുണ്ട്. വേണ്ടി വന്നാൽ ഓരോന്നും കാണിക്കുന്നതാണ്. ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കുന്നു, ചെണ്ടമുട്ട് അനുവദനീയമാണെന്ന്, കുഴൽവിളി അനുവദനീയമാണെന്ന്, കരിമരുന്ന് അനുവദനീയമാണെന്ന്, അതേപോലെ തന്നെ പലതും അനുവദനീയമാണെന്ന് നിങ്ങൾ എഴുതിവിട്ടത് സുന്നി വോയിസിലുണ്ട്. ശാലിയാത്തിയുടെ ഫത്വയാണ് കേട്ടോ. ശാലിയാത്തിയേക്കാൾ വിവരമുള്ളയാളാണോ പേരോട്? നിങ്ങൾ ഫത്വ കൊടുത്ത് ഇസ്ലാമികവൽക്കരിച്ചതാ ഞങ്ങൾ ഇവിടെ കാണിച്ചത്. നിങ്ങൾ ഇവിടെ കാണിച്ച കൂത്താട്ടങ്ങൾക്കൊക്കെ ഞങ്ങൾ ഫത്വ കൊടുത്തിട്ടുണ്ടോ? അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാണത് കൊണ്ട് കൊന്നു കബളിപ്പിക്കുന്നത്? അപ്പൊ സഹോദരന്മാരെ, എന്നിട്ട് ഇവർ ചോദിക്കുകയാണ്, ഇവിടെ പേരോട് മുസ്ലിയാര് ചെണ്ടക്കെതിരെ പ്രസംഗിക്കുമ്പോ, ആനക്കെതിരെ പ്രസംഗിക്കുമ്പോ, ആന കുഴപ്പമുണ്ടാക്കുന്നത് കാണിക്കുമ്പോ, നമ്മളിവിടെ ചാവക്കാട് ആന കുഴപ്പമുണ്ടാക്കിയത് കാണിക്കുമെന്ന് വിചാരിച്ചിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ഇവിടെ അങ്ങ് ആന കുഴപ്പമുണ്ടാക്കിയത് കാണിച്ചു കൊണ്ടിരിക്കുമ്പോ, അതാ മറ്റൊരു സ്ഥലത്തതേ പാർട്ടിയിലെ അലവിയതാ ചെണ്ടയോ ചെണ്ടക്കെന്താ തെറ്റീറി ചോദിക്കുന്നു, ആനയോ ആനക്കെന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നു. കേട്ടോളൂ ആ ഭാഗം. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ദുരിയായ അതായത് നടു കുടുങ്ങിയതും രണ്ടു ഭാഗം വിശാലമല്ലാത്തതുമായ ചെണ്ട, വലിയ ചെണ്ട, അത് മുട്ടാ കുഴപ്പമില്ല. അത് ജായി തന്നെയാണ്. പിന്നെന്താ? അപ്പൊ പുസ്തകത്തിലുള്ള നിയമവും തമ്മിൽ എതിർപ്പില്ല. ഇടുക്കുമ്പോ വലിയ വിഷയം തന്നെയാണ്. ഇടുങ്ങൽ വലിയ വിഷയം തന്നെയാണ്. പറയുന്നുണ്ടോ? അത് നിങ്ങൾക്ക് കേൾക്കാണ്. കണ്ടോ എന്തൊക്കെ പറയണ നോക്കിയെങ്കിൽ. ചെണ്ടക്കെന്താ കുഴപ്പം? ചെണ്ടക്കെന്താ കുഴപ്പം? ആനക്കെന്താ കുഴപ്പം? വേറെന്താ മുട്ടൽ? ആനക്കെന്താ കുഴപ്പം? ആന എന്ന് പറഞ്ഞ ഹറാമെന്ന് നടക്കുന്നുണ്ടോ? ഖുർആനിൽ പറയുന്നത് ആനനെ തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഇല്ല. വേറെന്താ? ഇത് മറ്റു മതസ്ഥരുടെ ഷിയാറുകളാണ്. അല്ല, ഷിയാറാണോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചിന്തിക്കാം. വേറെന്താ? ആനല്ലേ മറ്റു മതസ്ഥരുടെ ഷിയാറൊന്നല്ല. മറ്റു മതസ്ഥരുടെ ഷിയാർ മറ്റു മതസ്ഥർ ചെയ്യണമെന്ന് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥർ തുണിയെടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തുണിയെടുക്കാൻ പാടില്ലല്ലോ, കാര്യം മുടുങ്ങല്ലോ. മറ്റു മതസ്ഥർ കുപ്പാടുണ്ട്, നമുക്ക് കുപ്പാടാൻ പാടില്ല പറഞ്ഞാൽ അതുപോലെ പറഞ്ഞ് വെളിച്ചം കത്തിച്ചില്ല, നമുക്ക് വെളിച്ചം കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ മറ്റൊരു വശമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വിഷയങ്ങളെ കുറിച്ച് കൃത്യവും വ്യക്തവുമായ മാർഗനിർദ്ദേശം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആന എന്ന് പറയുന്നത് ആനയുടെ കൊണ്ടുവരുമ്പോഴത്തിന് ആറാമൊന്നും ആവൂല എന്ന് കരുതിയിട്ട് ആനകളെ കൊണ്ടുനടക്കൽ വലിയ പുണ്യാണെന്ന് നമുക്ക് വാദമില്ല. ഇനി അങ്ങനെ ആരും മനസ്സിലാക്കും വേണ്ട. അപ്പൊ അതിനകത്ത് അത് വലിയ പുണ്യകർമ്മമാണെന്ന് അങ്ങനൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അതത്ര പ്രശംസിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ പ്രോത്സാഹിക്കപ്പെടേണ്ടതോ ആണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഒരാളൊരാനെ കൊണ്ടുവന്നു, ആനപ്പുറത്ത് കൂടെ നടന്നു, യാത്ര ചെയ്തു, അത് ഇസ്ലാമിന് തെറ്റുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് മറ്റു കാരണങ്ങളാൽ തെറ്റാവും. അത് ആന മാത്രമല്ല, നമ്മളെ വണ്ടി മറ്റൊരാളെ ആക്സിഡന്റ് ആയി ബുദ്ധിമുട്ടാകും, ഒക്കെ തന്നെയാണ്. അപ്പൊ അത് ആനക്കുള്ള മാത്രം പ്രത്യേകതല്ല. ബുദ്ധിമുട്ടും വിഷമവും എവിടെ വരുന്നുണ്ടോ അതെല്ലായിടത്തും വിഷമം വരും. അപ്പൊ അതനുസരിച്ച് ആനക്കും വരും, കുതിരക്കും വരും, വഹാബിക്കും വരും, എല്ലാവർക്കും വരും. അതുകൊണ്ട് മാത്രം ഇത് സംഗതി തെറ്റാണ് എന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. ഓരോന്നിനും എന്താ കുഴപ്പം എന്ന് ചോദിക്കുക. അതവിടെ അലവി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ വന്നപ്പോഴോ, ഇവിടെ വന്ന് നോക്കുമ്പോ എല്ലാം ഇവിടെ ആകെ കുഴപ്പമാണ്, എല്ലാം കുഴപ്പമാണ്. ചെണ്ടകൊട്ട് നേർച്ചകളിൽ മാത്രമല്ല മറ്റു അവസരങ്ങളിലും ചിലതരം ചെണ്ടകൊട്ട് അനുവദനീയമാണ്, സുന്നത്തില്ല. എന്നാൽ ഇതിന്റെ പേരിൽ പലതും കടത്തിക്കൂട്ടി നേർച്ചയുടെ പാവനത്വം കളങ്കപ്പെടുത്തുന്നതിന് ഒരടിസ്ഥാനവുമില്ല. അപ്പൊ ചെണ്ട അനുവദനീയാണ്, ചെണ്ടമുട്ടുന്നതിന് തകരാറില്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നു. ഇത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പുസ്തകത്തിലാണ് ചെണ്ടകൊട്ട് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി സിനിമ എന്ന പേരിലുള്ളൊരു ബുക്കുണ്ട്. ആ ബുക്കിൽ കേട്ടോളൂ, പഴയകാലത്ത് ദഫ്, ചെണ്ട തുടങ്ങിയ സംഗീതോപകരണങ്ങൾ ചന്ദനക്കുട ഉത്സവങ്ങളിൽ യഥേഷ്ടം ഉപയോഗിക്കപ്പെട്ടിരുന്നു. ഇത് മതദൃഷ്ട്യാ അംഗീകരിക്കപ്പെട്ടതാണെന്ന് നാം മനസ്സിലാക്കിയതുമാണല്ലോ. ഇത് ഇതൊക്കെ അനുവദനീയാണ്. എന്നിട്ട് അതിന്റെ അവസാനം പറയാണ്, അനുവദനീയമായതുകൂടി ഉന്മൂലനം ചെയ്യുമ്പോൾ ഇസ്ലാം അനുവദിച്ച കാര്യം നിരോധിച്ച പട്ടികയിൽ നാം പെട്ടുപോകുന്നു. ഇത് അള്ളാഹുവിന്റെ നിയമങ്ങളിൽ കൈകടത്തലായതുകൊണ്ട് ഏറ്റവും വലിയ മഹാപാപമാണെന്ന് പറയേണ്ടതില്ല. അനുവദനീയമായ ചെണ്ടെങ്ങാനും അനുവദനീയ അല്ല എന്ന് പറഞ്ഞാൽ ഹലാല് ഹറാമാക്കിയ കുറ്റം വന്നു പോകുന്നാണ് ആ പറഞ്ഞത്. നോക്കണം നിങ്ങൾ.
അപ്പൊ ഈ രൂപത്തിൽ ധാരാളം എഴുതിയിട്ടുണ്ട്. ഇനിയും കേട്ടോ, പെട്ടെന്ന് പറയാം. കദീന, വാണം, ചക്രം, കമ്പം മുതലായ കരിമരുന്നുകൾ കത്തിക്കലും അതിന്റെ ശബ്ദം കേട്ട് ആസ്വദിക്കലും അനുവദനീയമാണ്. ഹലാലായ അതിശയങ്ങൾ കാണൽ എന്ന നേട്ടം അതിലുണ്ട്. ഇങ്ങനത്തെ അതിശയങ്ങളൊക്കെ കാണുക, ഇതൊക്കെ ആ രൂപത്തിൽ അങ്ങനെ ധാരാളം പ്രസിദ്ധീകരണങ്ങളുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് പറയും. നിങ്ങൾ നിഷേധിക്കും ശാരിയാത്തി അങ്ങനെ ഫത്വ കൊടുത്തിട്ടില്ല, ശാരിയാത്തി അങ്ങനെ ഫത്വ കൊടുത്തിട്ടില്ല എന്ന് നിങ്ങൾ പറയൂ. അതിതുവരെ പറയുന്നില്ലല്ലോ. പിന്നെ മുപ്പര് പറയാണ്, മൗലവി ഇവിടെ വന്നിട്ട് ഇപ്പൊ ചെയ്യുന്നത് എന്താ, സുന്നികളെ തമ്മിൽ അടിപ്പിക്കേണ്. ഞാനാണല്ലോ ഇപ്പൊ നിങ്ങളെ അടിപ്പിക്കുന്നത്. നിങ്ങൾ വലിയ സാലിഹി